ദില്ലിയിൽ PS ശ്രീധരൻപിള്ളയുമായി ടോം വടക്കൻ കൂടിക്കാഴ്ച നടത്തുന്നു. മത്സരിക്കാനുള്ള സാധ്യത തള്ളാതെ വടക്കൻ ബിജെപിയിൽ സീറ്റ് തർക്കം തുടരുകയാണ്. ദില്ലിയിൽ നിന്നുള്ള പുതിയ വിവരങ്ങളുമായി ശരത്ത് ചേരുകയാണ്. ശരത്ത്, ഒരുപക്ഷെ ബിജെപിയിലും സീറ്റ് തർക്കം തുടരുകയാണ്. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ ബിജെപിക്കും കഴിയുന്നില്ല. വലിയ ചർച്ചകൾ ബിജെപി പാളയത്തും നടക്കുകയാണ്. പത്തനംതിട്ട, തൃശൂർ സീറ്റുകളെ ചൊല്ലിയാണ് വലിയ തർക്കങ്ങൾ ബിജെപിയിൽ നിലനിൽക്കുന്നത്. തൃശൂർ സീറ്റിൽ പറഞ്ഞു കേട്ട പേരുകളിൽ ഒന്നാണ് ടോം വടക്കൻ. അദ്ദേഹം ഇപ്പോൾ ശ്രീധരൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ. എന്തൊക്കെ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നു? തൃശൂർ സീറ്റിലേക്കായിരുന്നില്ല താല്പര്യം. അതിനു പുറത്തേക്ക് ടോം വടക്കന് ചാലക്കുടി മത്സരിക്കാനുള്ള താല്പര്യമാണ് ഉണ്ടായിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥി നിർണയം വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത്. കാരണം പ്രധാനമായും കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. തൃശൂർ സീറ്റിൽ നേരത്തെ തന്നെ UDF അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും കേന്ദ്ര നേതൃത്വം, ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം തൃശൂരിൽ തന്നെ മത്സരിക്കണമെന്ന് തുഷാർ വെള്ളാപ്പള്ളിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയ സാഹചര്യത്തിൽ തൃശൂരിൽ കെ സുരേന്ദ്രൻ മത്സരിക്കാനുള്ള സാധ്യത മങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ പത്തനംതിട്ടയാകട്ടെ PS ശ്രീധരൻപിള്ളയ്ക്ക് തന്നെയാണ് ഇപ്പോഴും മുൻതൂക്കം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് നൽകിയിട്ടുള്ള പട്ടികയിൽ PS ശ്രീധരൻപിള്ളയുടെ പേരാണ് പത്തനംതിട്ടയിൽ പരാമർശിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിലും തൃശൂരിലും പേരില്ലാത്ത സാഹചര്യമാണ് കെ സുരേന്ദ്രന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി കെ സുരേന്ദ്രനെ മറ്റൊരു മണ്ഡലത്തിലേക്ക് പരിഗണിക്കേണ്ടതായ സാഹചര്യവും വന്നിരിക്കുകയാണ്. ഇവിടെയാണ് ആറ്റിങ്ങലിൽ കെ സുരേന്ദ്രനെ പരിഗണിക്കുന്നു എന്നുള്ള ഒരു വാർത്തകൾ വന്നു തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ കെ സുരേന്ദ്രന് ഈ നീക്കത്തോട് വലിയ അതൃപ്തിയാണ്. കാരണം ഒട്ടും ഒരു സാധ്യതയില്ലാത്ത മണ്ഡലത്തിലേക്ക് തന്നെ പറഞ്ഞു വെക്കുന്നു. തനിക്ക് താല്പര്യമില്ലാത്ത മണ്ഡലത്തിലേക്കാണ് പാർട്ടി തന്നെ പരിഗണിക്കുന്നത് എന്നുള്ള വിമർശനം കെ സുരേന്ദ്രൻ ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ടോം വടക്കനുമായി ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ ടോം വടക്കനെ മത്സരിക്കാനുള്ള സാധ്യത തള്ളാതെയാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. പാർട്ടി പറഞ്ഞാൽ താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക ഇന്നും വരാനുള്ള സാധ്യത കാണുന്നില്ല. പ്രധാനമായും അത് ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കറുടെ മരണത്തെ തുടർന്ന് BJPയുടെ പ്രധാനപ്പെട്ട യോഗങ്ങളും പരിപാടികളും ഒക്കെ തന്നെ മാറ്റിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക വരാനുള്ള സാധ്യത ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥി പട്ടിക കൂടി വരട്ടെ എന്നുള്ള നിലപാടും സംസ്ഥാന നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ചിലയിടങ്ങളിലെങ്കിലും വടകര പോലെയുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ദുർബലരായ സ്ഥാനാർത്ഥിയാണ് ഉള്ളത് എങ്കിൽ അവിടെ ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കാമെന്നുള്ള ആലോചനയും സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായി ഇപ്പോൾ നടക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് സീറ്റ് വേണമെന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാലക്കാട് സീറ്റില്ലെങ്കിൽ താൻ മത്സരിക്കാനേ ഇല്ല എന്നുള്ള നിലപാടാണ് ശോഭാ സുരേന്ദ്രൻ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ പാലക്കാട് C. കൃഷ്ണകുമാറാണ് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്ന സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ MP രമേശിന്റെ കാര്യത്തിലും ഇപ്പോഴും വലിയ അനിശ്ചിതത്വമാണ്. MP രമേശ് പത്തനംതിട്ട കിട്ടിയില്ല എങ്കിൽ മത്സരിക്കില്ല എന്ന് വ്യക്തമാക്കിയതോടുകൂടി അദ്ദേഹവും മത്സരിക്കില്ല എന്നുള്ള ഒരു കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ 3 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും ഇല്ലാത്ത ഒരു പട്ടികയാണ് തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുൻപാകെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഏത് രീതിയിലാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ഈ ഒരു പട്ടികയെ വിലയിരുത്തിക്കൊണ്ട് മാറ്റങ്ങൾ നിർദ്ദേശിക്കുമോ എന്ന് ഇപ്പോൾ വ്യക്തമല്ല. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അൽഫോൺസ് കണ്ണന്താനവും അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ നിന്നുള്ള അവകാശവാദം അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ള സൂചനയുമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം പുരോഗമിക്കുന്നത്. എന്നാൽ എറണാകുളം സീറ്റ് BDJS-ൽ നിന്നും ഏറ്റെടുത്തുകൊണ്ട് BJP മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അത് ആർക്കു വേണ്ടിയാണ് ഈ എറണാകുളം സീറ്റ് ഏറ്റെടുത്തത് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയം വൈകാനുള്ള എല്ലാ സാധ്യതകളുമാണ് കാണുന്നത്. ഈ BDJS-ഉമായുള്ള തർക്കങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായോ? അവർക്ക് ഏതൊക്കെ സീറ്റുകൾ നൽകാൻ ധാരണയായി എന്നുള്ള കാര്യത്തിലെങ്കിലും എറണാകുളം എന്തായാലും BJP മത്സരിക്കുമെന്നുള്ള വാർത്തകളാണ് വരുന്നത്. അതിന് എങ്കിൽ പകരം മറ്റൊരു സീറ്റ് അവർക്ക് നൽകേണ്ടതുണ്ട്. ഒപ്പം തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്ന ഒരു സാഹചര്യം. ഇതിലൊരു തീരുമാനമായിട്ടുണ്ടോ? നേരത്തെ BDJS-ഉമായുള്ള ചർച്ചയുടെ ഭാഗമായി വയനാട്, ഇടുക്കി സീറ്റുകൾ, ആലത്തൂർ സീറ്റുകൾ BDJS-ന് നൽകുമെന്നുള്ളത് വ്യക്തമാക്കിയിരുന്നു. പ്രധാനമായും തൃശൂർ സീറ്റാണ് വിവാദ വിഷയമായി നിന്നത്. തൃശൂർ സീറ്റിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെങ്കിൽ മാത്രമേ ആ സീറ്റ് BDJS-ന് നൽകൂ എന്നുള്ള ഒരു നിലപാടായിരുന്നു BJP ഉണ്ടായിരുന്നത്. ഏതായാലും തൃശൂർ സീറ്റിൽ BDJS അധ്യക്ഷൻ തന്നെ മത്സരിക്കുകയാണെങ്കിൽ തൃശൂർ സീറ്റും മറ്റൊരു മണ്ഡലമായി, അതായത് 4ാമത്തെ മണ്ഡലമായി BDJS-ന് ലഭിക്കും.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എറണാകുളത്തിന് പകരമായി BDJS-ൽ നിന്ന് കോഴിക്കോട് നൽകാമെന്നാണ് ഇപ്പോൾ BJP അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ പരിഗണിക്കുകയാണെങ്കിൽ വയനാട്, ഇടുക്കി, കോഴിക്കോട് അതുപോലെ തന്നെ ആലത്തൂർ മണ്ഡലങ്ങളാകും BDJS മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. PS ശ്രീധരൻപിള്ളയുമായി ടോം വടക്കൻ കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ശരത്താണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.